നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇയർ ബാലൻസ് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ചെവിയുടെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തലകറക്കത്തെക്കുറിച്ചും പരിഹാരമാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജന മേരി റെയ്നോൾസ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ചെവി. ചെവിയെ സംബന്ധിച്ചിടത്തോളം നിരവധി അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായി ഉണ്ടാവാറും സ്വാഭാവികമായും കോമണായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഇയർ ബാലൻസ്, ഒരവസ്ഥയാണ് ഇയർ ബാലൻസ്. എന്താണ് ഇയർ ബാലൻസ്? ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇയർ ബാലൻസിങ്ങിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് നമ്മൾ അറിയണം. അതായത് ഇരു ചെവികൾ, ഇരു കണ്ണുകൾ, നട്ടെല്ലും ജോയിൻസും നമ്മുടെ തലച്ചോറിലുള്ള സെർബെല്ലം എന്നീ അവയവങ്ങളാണ് ഇയർ ബാലൻസ് ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ശരീരത്തിന്റെ ബാലൻസ് ഇല്ലാതാവുകയും രോഗി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെ ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗലക്ഷണമാണ്. ഇതൊരു രോഗം അല്ല, രോഗലക്ഷണമാണ്. അതിൻ്റെ ഒരു തലകറക്കം വരുന്നതിൻ്റെ ഒരു കാരണം മാത്രമാണ് ചെവിയുടെ കാരണങ്ങൾ കാരണം ഉണ്ടാകുന്നത്. കൂടുതലായി ഉണ്ടാകുന്നത് ചെവിയിലെ കാൽഷ്യം തരികളിൽ ഉണ്ടാകുന്ന സ്ഥാനചലനം മൂലമുണ്ടാകുന്ന രോഗമായ BPPV, ബിനൈൻ പെറോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ. കാൽഷ്യം തരികൾ സ്ഥാനചലനം ഉണ്ടാവുകയും രോഗി ഏതെങ്കിലും വശങ്ങളിലേക്ക് ചരിയുമ്പോഴോ മുകളിലേക്ക് നോക്കുകയോ കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോഴോ തലകറക്കം ഉണ്ടാകുന്നു. ഇതിനോടൊപ്പം തന്നെ ഛർദിൽ, അമിതമായ വിയർപ്പ്, ആകാംക്ഷ എന്നിവയുണ്ടാകും. ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് മരുന്നുകളുടെ ഒപ്പം തന്നെ ഈ നമ്മുടെ കാൽഷ്യം തരികൾ യഥാസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്ന എക്സസൈസുകളും അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു കാരണമായി നമ്മൾ കാണുന്നത് മീനിയസ് ഡിസീസ്, അതായത് ചെവിക്കുള്ളിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുക. അത് പ്രഷർ ഉള്ള രോഗികൾ മാത്രമല്ല, പ്രഷർ ഇല്ലാത്ത രോഗികളിലും ചെവിയുടെ മാത്രം ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടി തലകറക്കവും ചെവിക്ക് മൂളൽ, കേൾവിക്കുറവ് എന്നിവയുണ്ടാകും. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ചെവിയിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണ്. അതുകൂടാതെ മറ്റൊരു അധികം അറിയപ്പെടാത്ത ഒരു പ്രോബ്ലമാണ് മൈഗ്രെയിൻ മൂലമുണ്ടാകുന്ന തലകറക്കം, വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറയും. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാകുന്ന പോലെ തന്നെ തലവേദന, കണ്ണുകളോടുള്ള തലവേദന, വെളിച്ചം അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ശബ്ദം കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്നിവ കൂടാതെ തലകറക്കവും ഉണ്ടാകും. ഇത് മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമാണ്. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ അധികം ആരിലും നമ്മൾ ചികിത്സ മിസ്സാകാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൈഗ്രെയിൻ ഉണ്ടാകുന്ന കാരണങ്ങൾ തന്നെ. അമിതമായ കാപ്പിയുടെ ഉപയോഗം, ചോക്ലേറ്റ് എന്നിവയൊക്കെ വഴി, ധാരാളം ഉപ്പ് ഉപയോഗിക്കുക, ഉറക്കമില്ലായ്മ ഉണ്ടാകുക, ഇവയൊക്കെ വഴി വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ഉണ്ടാകും. മൈഗ്രെയിൻ കൊടുക്കുന്ന സാധാരണ ചികിത്സ ഇതിനും ഫലപ്രദമാകും. കൂടാതെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തലകറക്കം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷണം മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഘടകങ്ങളായ ചെവി, കണ്ണുകൾ, തലച്ചോറിലെ സെർബെല്ലം, നട്ടെല്ല് ഇവയിലെ ഏതെങ്കിലും കോർഡിനേഷൻ നഷ്ടപ്പെടുമ്പോൾ തലകറക്കം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ ചെറിയ രക്തചംക്രമണം കുറയുന്നതും തലകറക്കത്തിന് കാരണമാണ്. നമ്മൾ സാധാരണ ഉണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ ആദ്യ ലക്ഷണമാകാം തലകറക്കം. ഇതിനോടൊപ്പം തന്നെ ചെവിക്ക് കേൾവി കുറയുക, ശരീരത്തിന് തളർച്ച ഉണ്ടാകുക എന്നിവയും നിസ്സാരമായി കളയാതെ ഇതൊരു സ്ട്രോക്കിൻ്റെ ഭാഗമായി വേണം ചികിത്സ തുടരാൻ. ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതിനായി ഒരു ഡോക്ടറെ കാണുകയും ഉടൻ തന്നെ ചികിത്സ തേടുകയും വേണം. MRI മുതലായ സ്കാൻ പരിശോധനയും ഇതിനായി വേണ്ടിവരും. പിന്നീട് നമ്മൾ കാണുന്ന തലകറക്കത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്, അതായത് ചെവിയിലെ ബാലൻസ് ഞരമ്പിലേക്കുള്ള അണുബാധയോ
അല്ലെങ്കിൽ നീർക്കെട്ടോ മൂലം ഇത് ഉണ്ടാവുന്നു. വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് ഉണ്ടാവുമ്പോൾ രോഗി കൂടുതലായി ഒട്ടും തന്നെ ബാലൻസ് നിലനിർത്താൻ പറ്റാതാവുകയും ആ, പ- പറ്റാതാവുകയും ബാലൻസ് നിലനിർത്താൻ പറ്റാതാവുകയും ആ, രോഗിയുടെ ആ, രോഗിയുടെ ദൈനംദിന ജീവിതത്തിന് മറ്റൊരാളുടെ സഹായം വേണ്ടി വരികയും ചെയ്യുന്നു. ഇതിന് നമ്മൾക്ക് അതിൻ്റെതായ നീർക്കെട്ടും അണുബാധയും കുറയ്ക്കാനുള്ള ചികിത്സ ആവശ്യമായി വരും. കൂടാതെ ചെവിയിൽ നിന്നുണ്ടാകുന്ന പഴുപ്പുകൾ ബാലൻസ് അവയവത്തെ ബാധിക്കുകയും അവ മൂലം ചെവിക്ക് ശരീരത്തിന് ബാലൻസ് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതിന് ചികിത്സ തേടുന്നതിന് മുന്നായി CT സ്കാൻ എടുത്ത് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുകയും ശസ്ത്രക്രിയ മൂലം ഇത് ശരിയാക്കാവുന്നതുമാണ്. കൂടാതെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലകറക്കം ഉണ്ടാകുന്ന ഒരു വ്യക്തി ഒരിക്കലും റെസ്റ്റ് ഒരു 3 ദിവസത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ മറ്റൊന്നും ഇല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാതെ എത്രയും പെട്ടെന്ന് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ദൈനംദിന കൃത്യങ്ങൾ തന്നെ ചെയ്യുന്നു, എത്രയും വേഗം രോഗി ആക്റ്റീവ് ആവുന്നു, അത്രയും പെട്ടെന്ന് തലച്ചോർ ഇതിനെ ഓവർകം ചെയ്യാനുള്ള പ്രക്രിയ തുടങ്ങുകയും ചെയ്യുന്നു. ഡോക്ടർ, അതോടൊപ്പം ഈ സാധാരണ തലകറക്കം പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാമല്ലോ. ഇയർ ബാലൻസ് തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കത്തെ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാം? ഇയർ ബാലൻസ് മൂലമുണ്ടാകുന്ന തലകറക്കം സാധാരണ നമ്മൾ കാണുന്നത് ഏതെങ്കിലും വശങ്ങളിലേക്ക് ചരിയുമ്പോഴോ കുനിയുമ്പോഴോ മൂലമാണ്. സാധാരണയായി BPPV, നേരത്തെ പറഞ്ഞ പോലെ BPPV ആണ് ഇതിന്റെ കാരണം. കൂടാതെ മറ്റു രോഗമായ മീനിയസ് ഡിസീസ് എന്നിവയോടൊപ്പം ഇയർ ബാലൻസ് പ്രോബ്ലംസിന്റെ ഒപ്പം തന്നെ ചെവിക്ക് കേൾവി നഷ്ടപ്പെടുന്നു, കേൾവി കുറയുകയും ചെവിയിൽ മൂളലുണ്ടാകുക എന്നിവ ഇയർ ബാലൻസിങ്ങിന്റെ പ്രോബ്ലം കാരണമാകാം. ഇതിൽ നമ്മുടെ മറ്റ് കാരണങ്ങൾ കൊണ്ട് വേർതിരിക്കാവുന്നത് ഈ ഒരു ഘടകമാണ്. കേൾവിക്കുറവും കൂടെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അത് ചെവിയുടെ തന്നെ പ്രോബ്ലം ആകാം. അല്ലെങ്കിൽ ഇയർ ബാലൻസ് പ്രോബ്ലം മാത്രം മൂലം ഉണ്ടാവുന്ന കാരണങ്ങൾ ശരിക്കും നമ്മൾക്ക് ചികിത്സ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ വ്യത്യാസമുണ്ടാകുകയും ചില എക്സസൈസുകൾ ചെയ്യുക വഴി പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. കൂടാതെ കുറച്ച് മരുന്നുകൾ കൂടെ എക്സസൈസിനോടൊപ്പം തന്നെ കഴിക്കേണ്ടതായിട്ട് വരും. ഡോക്ടർ, ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തലകറക്കം വന്നാൽ ഉടൻ ചെയ്യേണ്ടത് എന്താണ്? ഏതെല്ലാം സാഹചര്യങ്ങളിൽ വരുന്ന തലചുറ്റലിന് ഉടൻ ചികിത്സ തേടേണ്ടതുണ്ട്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തലകറക്കം ഒരു രോഗലക്ഷണമാണ്. നമ്മൾ സ്ട്രോക്ക് മൂലം, അതായത് തലകറക്കത്തിനോടൊപ്പം തന്നെ കണ്ണിന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക, ശരീരത്തിൽ എവിടെയെങ്കിലും തരിപ്പുകൾ ഉണ്ടാകുക, ബലം കുറയുക, കൈയുടെ കാലിന് ബലം കുറയുക എന്നീ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊരു പക്ഷാഘാതത്തിന്റെ ഒരു ലക്ഷണമാകാം. അത് നമ്മൾ BP ഒക്കെ ഗുളിക കഴിക്കുന്ന ആളുകളിലും BP അൺകൺട്രോൾഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളിലും ആണ് ഇത് കൂടുതലായി ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വയം ചികിത്സ തേടാതെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്കാൻ, MRI സ്കാൻ അഥവാ CT സ്കാൻ എടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് നമ്മളിത് വേർതിരിച്ചറിയുക, അതായത് തലച്ചോറിന്റെ പ്രോബ്ലംസ് കാരണമുള്ള തലകറക്കവും ഇയർ ബാലൻസിങ്ങിന്റെ പ്രോബ്ലം കാരണമുള്ള തലകറക്കവും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളായ വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി, അതായത് തലകറക്കം ഉണ്ടാകുമ്പോൾ കണ്ണിലുണ്ടാകുന്ന ദ്രുതചലനങ്ങളെ അളക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി എന്ന പരിശോധന വഴി ഇത് ചെവിയിൽ നിന്നാണോ അതോ മറ്റ് തലച്ചോറിന്റെ ഭാഗങ്ങളിൽ നിന്നാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. ഈ നൂതന ടെസ്റ്റുകൾ തലകറക്കത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു. മലപ്പുറത്തു നിന്നും മെർലിൻ ആണ്. മെർലിൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മെർലിൻ, ഡോക്ടർ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തേടേണ്ട ചികിത്സയെ സംബന്ധിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഇത് പൂർണ്ണമായും ഈ അവസ്ഥ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനാകുമോ? എന്താണ് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം? എത്രയും വേഗം തന്നെ ഡോക്ടറിനെ കണ്ട് ചികിത്സ നേടുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതം. അതായത് നമ്മൾ ആദ്യമേ കൊടുക്കുന്നത് വെസ്റ്റിബുലർ സെഡേറ്റീവ്സ് എന്ന് പറയും.
രോഗിയെ തൽക്കാലം ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ബാലൻസ് സിസ്റ്റത്തിനെ ശമിപ്പിക്കുക എന്നുള്ള രീതിയിൽ സെഡേറ്റീവ്സ് കൊടുക്കേണ്ടി വരും. അത് കുറച്ച് രോഗി കുറച്ച് മയക്കമുണ്ടാക്കുകയെങ്കിലും 1-2 ടാബ്ലറ്റ്സ് കഴിക്കുന്നതോടുകൂടി തന്നെ രോഗിക്ക് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു. ഡോക്ടർ, ഞാനൊന്ന് കറക്റ്റ് ഇടപെടുകയാണ്. കാരണം കണ്ടുപിടിച്ച് നമുക്കൊരു കോളർ ഉണ്ട്, സാറാമ്മ ജോസഫ് നീലഗിരിയിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 സംസാരിച്ചു. ഹലോ ഡോക്ടർ, ഹലോ, നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഡോക്ടർ, എന്റെ ചെവിയില് ഭയങ്കര മൂളലും ഒരു സൈസ് ഒച്ച കേൾക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഞരമ്പ് ഇങ്ങനെ ആ ചെവിയുടെ സൈഡിലുള്ള ഞരമ്പ് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ആ സൗണ്ട് ഒക്കെ നിൽക്കും. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഒരു ജാതി സൗണ്ട് ഇങ്ങനെ വരികയാണ്. അതിന്റെ കാരണം ഇതാണോ? ഇത് നിരന്തരമായതുകൊണ്ടോ അതോ രാത്രിയിലാണോ കൂടുതൽ, പകലാണോ കൂടുതൽ? അത് നിരന്തരമായിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാത്രം കുറച്ച് കുറവുണ്ട്. BP-ക്ക് ഗുളിക കഴിക്കുന്നുണ്ടോ? പ്രഷറിന്റെ അസുഖമുണ്ടോ? BP-യുടെ ഗുളിക കഴിക്കുന്നുണ്ട്. ഗുളിക കഴിക്കുന്നുണ്ട്. ഓക്കെ. ചെവിയിൽ മൂളൽ പല കാരണങ്ങളുണ്ട്. അതായത് പ്രഷർ, താൽക്കാലികമായ പ്രഷർ വേരിയേഷൻ വരുമ്പോൾ ഇതുപോലെ ചെവിയിൽ മൂളലുണ്ടാകാം. നിമിഷ നേരത്തേക്ക് ചെവിയിലേക്കുള്ള രക്തഓട്ടം കുറയുമ്പോഴും ഇതുപോലെ മൂളലുണ്ടാകാം. അത് ഞരമ്പും അമർത്തി പിടിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പ്രഷർ വേരിയേഷൻ കാരണം ഉണ്ടാകുന്നതാകാം. അതായത് തലച്ചോറിലേക്കുള്ള ഞരമ്പുകളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നമ്മൾ തന്നെ അതിനെ കേൾക്കുന്നതാണ് ഇതൊരു കാര്യം. അപ്പൊ അത് പ്രസ് ചെയ്യുമ്പോൾ അത് വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ BP കറക്റ്റായിട്ട്, ഉപ്പൊക്കെ കാര്യമായി കുറയ്ക്കുക, എക്സസൈസ് നടത്തം ഒരു ശീലമാക്കുക. ഇത് ഒരു ചെവിയിലാണോ 2 ചെവിയിലുമുണ്ടോ? ഇടത്തെ ചെവിയിൽ മാത്രമേ ഉള്ളൂ. ഒരു ചെവിയിൽ മാത്രമുള്ളെങ്കിൽ നോക്കുക, ഇതുപോലെ BP കൺട്രോളായി നോക്കുക. വ്യത്യാസമില്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ കാണിക്കുകയും, ഒരു ചെവിയിൽ മാത്രം ഉള്ളത് കൊണ്ട് നമുക്കൊരു MRI സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയാനായിട്ട്. വ്യക്തമായോ? വ്യക്തമായി ഡോക്ടർ. ചികിത്സാ രീതിയെ പറ്റി പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മരുന്നുകളുടെ ഒപ്പം തന്നെ നമ്മൾക്ക് വെസ്റ്റിബുലാർ എക്സസൈസ്, റീഹാബിലിറ്റേഷൻ എക്സസൈസ് എന്ന് പറയും. കൃത്യമായി എക്സസൈസുകൾ കണ്ണും നട്ടെല്ലും എല്ലാം ഉൾപ്പെടുത്തിയുള്ള എക്സസൈസ് ആണ്. അത് നമ്മൾ സാധാരണയായി രാവിലെയും വൈകിട്ടും ഓരോ എക്സസൈസും ഒരു 10 തവണ വീതം രാവിലെയും വൈകിട്ടും രോഗി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ BPPV ഉള്ള രോഗം, BPPV എന്ന രോഗമാണെങ്കിൽ പ്രത്യേക തരം മാനോവേഴ്സ്, അതായത് പ്രത്യേക രീതിയിലുള്ള കിടത്തിയും ഇരുത്തിയുമുള്ള എക്സസൈസസ് വഴി ഇത് പൂർണ്ണമായി ഭേദമാകുന്നതാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ഷാഹുലാണ്. ഷാഹുൽ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, എനിക്ക് തലകർക്കമുള്ള ഈ നരമ്പ്, ചെവിയുടെ പറയും വലത്തെ ചെവിയുടെ വയസ്സിൽ ഒരു വേദനയായിട്ട് വന്നിട്ട് നേരെ നാക്കിൽ മരപ്പൊക്കെ ഉള്ളു. അതുണ്ടായിരുന്നു. ഞാനത് പുഷ്പേരി കൊണ്ടുപോയി എന്തോ ചെവിയുടെ പുറകിൽ തടുപ്പോ അങ്ങനെ വല്ല കണ്ടിരുന്നോ? ഇല്ല, തടുപ്പ് ചൊറിച്ചിലുണ്ടായിരുന്നു. ചൊറിഞ്ഞു വന്നിട്ട് നേരെ തലയുടെ മണ്ടയ്ക്ക് വന്നിട്ട് നേരെ നാക്കിൽ വരുമ്പോൾ ഒരു മരപ്പുണ്ട് നാക്കിന്. ഓക്കെ. അതായത് നാക്കിലുള്ള ടേസ്റ്റ് ബഡ്സിന്റെ ഒരു ഭാഗം ചെവിയിലൂടെയാണ് അത് നാക്കിലേക്ക് എത്തുന്നത്. ചെവിയിൽ എന്തെങ്കിലും പഴുപ്പോ അങ്ങനെയുള്ള രോഗങ്ങളോ വല്ലതും ഉണ്ടോ? കേൾവിക്കുറവോ പഴുപ്പോ മൂളലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതെ, ഇടയ്ക്കിപ്പം 5-6 മാസമായി തുടങ്ങിയിട്ട്. ഓക്കെ. പ്രഷറിന് ഗുളിക വല്ലതും കഴിക്കുന്നുണ്ടോ? പ്രഷർ ഗുളിക കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇത്
ഒരു വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ചെവിയുടെ സ്കാനോ അങ്ങനെ വല്ലതും ചെയ്തു നോക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ, ചെവിയിലുള്ള ചെയ്യാൻ വേണ്ടി പുഷ്പേരി കയറിയായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് നേരെ കിടക്കുന്നത് MRI സ്കാൻ എടുത്തായിരുന്നോ? ഇല്ല, എടുത്തില്ല. തിരിച്ചിറക്കി. ഓക്കെ, നേരെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചിറക്കി. തിരിച്ചിറക്കി. ഹലോ, ഹലോ, CT സ്കാൻ വല്ലതും സജസ്റ്റ് ചെയ്തിരുന്നോ ഡോക്ടർ? ഇല്ല, ഒന്നും ചെയ്തില്ല. വേറെ സ്കാൻ ചെയ്തില്ല, പറഞ്ഞില്ല. MRI സ്കാൻ ആണ്. എന്നാലും ഒരു CT സ്കാൻ MRI പോലെ ദൈർഘ്യമുള്ള ഒരു പ്രൊസീജിയർ അല്ല. MRI സ്കാനിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ CT സ്കാനെങ്കിലും എടുത്തു നോക്കേണ്ടതായിട്ട് വരും. ഒന്നുകൂടെ ഡോക്ടറിനെ കണ്ട് അതൊന്ന് CT സ്കാൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, ഈ ചികിത്സാ രീതികളോടൊപ്പം തന്നെ എന്തൊക്കെ വ്യായാമ രീതികളും മറ്റു പരിഹാര മാർഗങ്ങളും എങ്ങനെയാണ്? ഏതൊക്കെ വ്യായാമ രീതിയിലൂടെ ഈ അവസ്ഥയെ നമുക്ക് മറികടക്കാനാകും? വ്യായാമ രീതി ചെവി, കണ്ണ്, നട്ടെല്ല് ഇവയെല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള വ്യായാമ രീതിയാണ്. നമ്മൾ കണ്ണ് മുകളിലോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും കണ്ണ് 10 തവണയായിട്ട് അനക്കുക. തല മുകളിലോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും അത് 10 തവണ ചെയ്യുക. ഇതുപോലെ എല്ലാ ബാലൻസിങ്ങിന്റെ പാർട്സിനെയും യോജിപ്പിച്ചു കൊണ്ടിട്ടുള്ള എക്സസൈസാണ് സാധാരണയായി പറയാറ്. എക്സസൈസ് മുന്നോട്ട് ആദ്യമേ ചെയ്യുമ്പോൾ ചിലപ്പം തലകറക്കം കൂടുതലായിട്ട് വരാം. എന്നിരുന്നാലും നമ്മൾ നിർത്താതെ അത് തുടർന്നു കൊണ്ടിരിക്കുക. എക്സസൈസിന്റെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ആരുടെ സഹായമില്ലാതെ നടക്കാനും ദൈനംദിന ജോലികൾ ചെയ്യാനും പറ്റുന്നു. ഡോക്ടർ, ഈ ഇയർ ബാലൻസ് പ്രശ്നമുള്ളവർ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏതൊക്കെ കാര്യങ്ങളാണ് അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? കൊച്ചുകുട്ടികളാണെങ്കിൽ കുഞ്ഞു കുട്ടികളിൽ പോലും വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന കണ്ടീഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ധാരാളമായി ചോക്ലേറ്റ്, കോഫി കലർന്ന ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഒന്നും കൊടുക്കാതിരിക്കുക. ചോക്ലേറ്റ് ഉള്ള ബിസ്ക്കറ്റ് ഒക്കെ ഒഴിവാക്കുക. കഴിവതും ഉപ്പ് കൂടുതലായിട്ടുള്ള പലഹാരങ്ങൾ, പുറത്തുനിന്നുള്ള പലഹാരങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക. പ്രായമുള്ളവരിലാണെങ്കിൽ തലകറക്കം ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ കഴിവതും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനോ ഒന്ന് ശ്രമിക്കുക. ആരെങ്കിലും സഹായത്തോടു കൂടി വേണം. ഒറ്റയ്ക്ക് കഴിവതും യാത്ര ഒഴിവാക്കുക. അതുപോലെ തന്നെ രാത്രി മുറിയിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക. കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുറച്ചു നേരം 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നടക്കാൻ ശ്രമിക്കുക. എന്നീ മുൻകരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ തലവേദന ഉണ്ടാവും? എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രശ്നം കൊണ്ട് തലവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ തലച്ചോറിന്റെ പ്രധാന ഭാഗമാണ്. നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം നിലനിർത്തുന്ന ബ്രെയിൻ സ്റ്റെമ്മിലേക്കുള്ള രക്തഓട്ടം കുറയുകയും അതുമൂലം ആദ്യത്തെ ലക്ഷണം തലകറക്കമാകാം. അതിനോടൊപ്പം തന്നെ തലവേദനയും ബ്രെയിനിൽ എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ തലവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തലകറക്കം ഒരു രോഗലക്ഷണമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ സാധാരണയായി ഉണ്ടാകുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് പോലും തലകറക്കമായി അനുഭവപ്പെടാം. അതായത് ബ്രെയിനിലോട്ടുള്ള രക്തഓട്ടം കുറയുകയും ബാലൻസ് നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് തലകറക്കം ഉണ്ടാകുന്നത്. പക്ഷേ തലകറക്കത്തിനോടൊപ്പം തന്നെ നമ്മൾ മിസ്സാകാൻ പാടില്ല. ഹാർട്ടിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരവൽക്കരിക്കാതെ ഇതുപോലത്തെ ബുദ്ധിമുട്ട്, തലകറക്കം, തലവേദന എന്നിവ ഉണ്ടാകുമ്പോൾ ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സ തേടുക. ഡോക്ടർ, മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് ഒരു സംശയമാണ്. ഈ ചെവിക്കായം എന്ന് പറയുന്നത് ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ളതാണല്ലോ. പക്ഷേ ഈ ചെവിക്കായം പലപ്പോഴും ചെവിയിൽ അടിഞ്ഞുകൂടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ചെവിക്കായം അടിഞ്ഞുകൂടുന്നതിലൂടെ ഈ ഇയർ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടോ? ചെവിക്കായം കട്ടിയായിട്ടിരിക്കുന്നത് ഇയർ ബാലൻസ് നഷ്ടപ്പെടാൻ ഒരു കാരണം തന്നെയാണ്. കാരണം
ഈ ആ, ചെവി ചെവിക്കായി ഇരിക്കുന്ന ഭാഗത്തേക്കുള്ള ഞരമ്പുകളായ വേഗസ് നെർവ് തന്നെയാണ് നമ്മുടെ ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ തല ചെവിക്കായം കട്ടിയായിട്ട് ഇരിക്കുമ്പോൾ ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റഡ് ആവുകയും ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഹാർട്ട് ബീറ്റ് കുറയുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കുറയുകയും തന്മൂലം ചെവിയിലേക്ക് ചംക്രങ്ങൾ കുറയുകയും അതുമൂലം തലകറക്കം ഉണ്ടാവും. ഇതിന് നമ്മൾ ചെവിക്കായം എടുക്കുമ്പോൾ തന്നെ എടുത്ത് കളയുമ്പോൾ തന്നെ രോഗിക്ക് രോഗശമനം ഉണ്ടാവും. ഡോക്ടർ, എത്ര നാൾ കൂടുന്തോറുമാണ് നമ്മൾ ഈ ചെവിക്കായം എടുത്ത് കളയേണ്ടത്? ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണോ, അതല്ല ഇത്ര കാലം കൂടുന്തോറും നമ്മളത് വൃത്തിയാക്കണം എന്ന് അങ്ങനെയുണ്ടോ? ചെവിക്കായം നമ്മൾ പറയുകയാണെങ്കിൽ ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ്. ഒരു അസിഡിക് ഇതാണ്, നമുക്ക് ചെവിക്ക് ഇൻഫെക്ഷനും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ളതാണ് ചെവിക്കായം. അത് രണ്ട് തരമുണ്ട്. ചില ആളുകളിൽ കട്ടിയായിട്ട് വരും, ചില ആളുകളിൽ നമ്മൾ അറിയാതെ തന്നെ ലിക്വിഡ് രൂപത്തിൽ അത് നമ്മൾ അറിയാതെ തന്നെ അത് അലുത്ത് പോവുകയും ചെയ്യുന്നു. ഈ കട്ടിയാവുന്ന ചില ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളിൽ നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും ENT ഡോക്ടറെ കണ്ട് അത് ചെയ്യിക്കേണ്ടതാണ്. ഡോക്ടർ, ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായാൽ അത് കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഈ സാഹചര്യം ഉണ്ടായാൽ കേൾവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ? ചെവിക്കായം മൂലം കേൾവിക്കുറവ് ഒരു 30%, നന്നായിട്ട് ചെവിക്കായം വന്ന് അടഞ്ഞിരുന്നാൽ 30% കേൾവിക്കുറവ് ഉണ്ടാകാം. അതിൽ എടുത്തു കഴിയുമ്പോൾ തന്നെ രോഗി നല്ല എന്താ പറയാ ആശ്വാസം കിട്ടിയിട്ടാണ് പോകുന്നത്. കേൾവി നല്ല പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടാണ് പലപ്പോഴും രോഗികൾ ചെവിക്കായം എടുത്ത് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ വിടാറ്. അതുകൊണ്ട് കൊച്ചു കുട്ടികളാണെങ്കിൽ ചെവിക്കായം ഇരുന്ന് കഴിഞ്ഞാൽ അവരത് കേൾക്കുന്നില്ല എന്ന് അവർക്കത് തിരിച്ചറിയാൻ കഴിവുണ്ടാവില്ല. മിക്കവാറും ടീച്ചേഴ്സോ പേരൻസോ ഒക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. സ്കൂളിൽ പറയുന്നത് കേൾക്കാതിരിക്കുകയും നോട്ട്സ് ഒന്നും എഴുതിയെടുക്കാൻ പറ്റാതിരിക്കുമ്പോഴായിരിക്കും ഇത് കണ്ടെത്തുന്നത്. അപ്പൊ കുട്ടികളിൽ ഇടയ്ക്ക് ENT ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ചെവിക്കായം ഉണ്ടെന്ന് ഫീലിംഗ് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പേരൻസിന് തോന്നുകയാണെങ്കിൽ ENT ഡോക്ടറെ ഒന്ന് കാണിച്ച് ചെവിയുടെ പരിശോധന നടത്തേണ്ടതാണ്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെയൊരു ഇയർ ബാലൻസിങ് ഇഷ്യൂ ഉണ്ടായാൽ പ്രധാനമായും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ പ്രധാനമായും ഇങ്ങനെ ഇയർ ബാലൻസ് പ്രോബ്ലം വരുന്നത് മൈഗ്രെയിൻ മൂലമാണ്. അപ്പൊ അത് കുട്ടികൾ അവർക്കത് തലവേദനയായിട്ട് അനുഭവപ്പെടാറില്ല. സാധാരണ തലകറക്കമായിട്ട്, അതായത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് വീഴുന്നു, അടുത്ത നിമിഷം തന്നെ കുട്ടി നോർമൽ ആവുന്നു. ഇങ്ങനെ പലതവണ ഉണ്ടാവും. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ അത് മൈഗ്രെയിന് ആയിരിക്കും കാരണം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. വയനാട്ടിൽ നിന്നും ഹമീദാണ്. ഹമീദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ മാഡം, ഞാൻ വയനാട്ടിൽ നിന്ന് ഹമീദാണേ. അതെ, പറഞ്ഞോളൂ. എനിക്ക് 52 വയസ്സായി. ഓക്കെ. ഇടയ്ക്കിടെ ചെവിയിൽ നിന്ന് വല്ലാത്ത ഒരു സ്മെല്ലാണ് വരുന്നത്. ചെവിയിൽ നിന്ന് വ്യക്തമായില്ല, കൂടെ ചോദിക്കുമോ? എങ്ങനെ മാഡം? ഹലോ, ചെവിയിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ടെന്നാണ് ഡോക്ടർ പ്രേക്ഷകൻ പറയുന്നത്. ചെവിയിൽ നിന്ന് സ്മെല്ല് വരാൻ പല കാരണങ്ങളുണ്ട്. ചെവിക്കായം ഇരുന്നാൽ ഇൻഫെക്ഷൻ ആയിട്ട് സ്മെല്ല് വരാം. ചെവിയിൽ അണുബാധ ഉണ്ടെങ്കിൽ സ്മെല്ല് വരാം. അതുപോലെ തന്നെ ചെവിയിലെ രോമമുള്ള ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ചെവിയിൽ സ്മെല്ല് പോലെ വരാം. ഇത് വെള്ളം ചെവിയിൽ കയറാതിരിക്കാൻ നോക്കുക. ചെവിയിൽ ഇയർബഡ്സ് പോലെ ENT കാണിച്ച് എന്താണ് പറഞ്ഞത് അവര്? അന്ന് 2 ചെവി അവർ ക്ലീൻ ചെയ്ത് തന്നിരുന്നു. ഓക്കെ. പിന്നീടും അങ്ങനെ സ്മെല്ല് തോന്നായിട്ടുണ്ടോ? പിന്നെ 1 വർഷം കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ രണ്ടാമത് വരാൻ തുടങ്ങിയത്. ഓക്കെ. ചെവിയുടെ പാടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ദ്വാരമുണ്ടെന്നോ എല്ലാം ഡോക്ടർ പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ വന്നില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇയർബഡ്സ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് സൈഡിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇയർബഡ്സ് ധാരാളം ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ പറഞ്ഞതുപോലെ ചെവിക്കായം നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇയർബഡ്സ് ഒന്നും അണുവിമുക്തമായ സാധനങ്ങളല്ല. അത് നമ്മൾ ചെവിയിൽ ഇടുമ്പോൾ തന്നെ ചെറിയ ഇൻഫെക്ഷൻ വരാം.
കൂടാതെ കൂടുതൽ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ചെവിയുടെ പാട പൊട്ടുകയും തന്മൂലം ചെവിയിൽ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. കഴിവതും ഇയർബഡ്സ് ഉപയോഗിക്കാതിരിക്കുക. ശരി, പ്രേക്ഷകന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇയർ ബാലൻസ് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. ചെവിയുടെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തലകറക്കത്തെക്കുറിച്ചും പരിഹാരമാർഗ്ഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജന മേരി റെയ്നോൾസ് ആണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു.